കാട്ടാക്കടയിൽ കുറ്റിച്ചിലിൽ +1 വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചുണ്ട്. റിനു, അത് അവിടുത്തെ വിദ്യാർത്ഥികളാണോ അതോ പുറത്തു നിർത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണോ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്? അരുൺകുമാർ, അല്പസമയം മുമ്പാണ് ഈ കുറ്റിച്ചലിലെ VHSS സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുമായി എത്തിയത് യുവാക്കൾ. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ അടക്കം ഇവർക്കൊപ്പമുണ്ട്. ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ആണ് എന്ന് നമുക്ക് പറയാം. കാര്യം ഗേറ്റ് കടന്ന് പോലീസ് ഉണ്ടായിരുന്നില്ല, ഈ സ്കൂളിനകത്തേക്ക് ഇവർ പ്രവേശിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഈ കുട്ടി സീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലർക്കുമായി വിഷയം നടന്ന ആ ഓഫീസ് റൂമിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുകയാണ്. ഏകദേശം 20ഓളം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ട്. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ അടക്കം ഇവർക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോലീസും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസ് ഇവരെ തടയാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ പിടിച്ചു മാറ്റാനോ ഒന്നും തന്നെ ശ്രമിക്കുന്നില്ല. പ്രകോപനപരമായിട്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് നിലവിൽ പോയിട്ടും ഇല്ല എന്നുള്ളതാണ്. VHSSന്റെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്ത് തൂങ്ങി നിലയിൽ കണ്ടെത്തിയത്. ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ റിനു? തീർച്ചയായും നേരത്തെ പ്രിൻസിപ്പലിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രിൻസിപ്പൽ പങ്കുവച്ചത്. ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് അരുൺകുമാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ആരോപണ വിധേയനായിട്ടുള്ള ക്ലർക്ക് ഇന്നലെ രാത്രി തന്നെ ലീവിന് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ്. അപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും ഇവിടെ എത്തിച്ചേർന്ന. റിനു നമുക്ക് മടങ്ങി വരാം.